നമ്മുടെ ഈ ജില്ലാ സമ്മേളനം തിരൂരിൽ തുടരുകയാണ്. നമുക്ക് നമ്മുടെ അവതാരകരുമായിട്ട് സംവദിക്കാൻ നിങ്ങൾ കഴിഞ്ഞ തവണ ഈ സംസ്ഥാന സമ്മേളനം കൊച്ചി നടക്കുമ്പോൾ അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇഷ്ടംപോലെ അവസരം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ആഷ്മിയൊക്കെ ഇവിടെ ഗോപികൃഷ്ണൻ, നമ്മുടെ അനുജയും വിജയകുമാരൻ തലയ്ക്ക് മുകളിലുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ പറഞ്ഞോളൂ. അയ്യാ, അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പാട്ടുകൾ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് പെട്ടെന്ന് സമയം പറഞ്ഞോളൂ. അല്ല, ആഷിം സാറ് എൻകൗണ്ടർ നടത്തുന്നത് പാർട്ടി ഭേദമന്യേ എല്ലാവരെയും ഒരേപോലെ ഇരുത്തി പൊരിക്കുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, നേരത്തെ ഒരു പുള്ളി പറഞ്ഞതുപോലെ വർഗീയതയ്ക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ വിരൽ ചൂണ്ടുന്ന ആഷിം സാറുടെ പെർഫോമൻസ് എനിക്ക് വളരെ നമ്മൾ കടുത്ത ഭാഷ വിരൽ ചൂണ്ടണം അതിനെതിരെ അല്ലേ? പിന്നെ അത് ഞാൻ ആഷിം സാറ് മാത്രമായിട്ട് പറയുന്നത് നോക്കണ്ട, മൊത്തത്തിൽ 24 വളരെയധികം നല്ലൊരു ചാനലായിട്ട് തന്നെയാണ്. ഉൾക്കാഴ്ചയുടെ കണ്ണിലുള്ള ഒരു മനുഷ്യൻ. പേരെങ്ങനാ? എൻ്റെ പേര് അബ്ദുൽ കരീം. ഞാൻ SKയുമായിട്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു, മൈജി ഫ്ലവേഴ്സോടുകൂടി. അതിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് വളരെയധികം സന്തോഷം, സംതൃപ്തിയാണ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇപ്പോഴും എന്നെ വിളിച്ച് സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും. ഗൾഫിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ പ്രവാസികൾ എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള പല ഗിഫ്റ്റുകളും കൊണ്ടുതരാറുണ്ട്. അത് എനിക്ക് ഈ 24 ഈ ഫ്ലവേഴ്സിൻ്റെ ചാനലിൻ്റെ ഒരു ഉപകാരമാണ്. അത് SKനെ ഞാൻ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്നു, അഭിനന്ദിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കടപ്പാടുണ്ട് എനിക്ക് ഈ 24നോട് എനിക്ക് എന്നെന്നും കടപ്പാടുണ്ട്. അപ്പോൾ ഒരു 2 വരി പാടിക്കോട്ടെ. ഒരു 2 വരി പാടിക്കോട്ടെ. ഞാനൊരു സംഗീത അധ്യാപകനാണ്. ആഷ്മി, ഒരു സെക്കൻഡ്. താങ്ക് യു. 1 കോടിയിലൊക്കെ പങ്കെടുത്ത് എല്ലാവരും കണ്ടതാ അദ്ദേഹത്തെ. ഓക്കെ, താങ്കൾ പറയൂ, എന്താ പറയാൻ വന്നേ? നമസ്കാരം, ഞാൻ യൂനുസ് ഇനിങ്ങാവൂർ. എനിക്ക് ചോദിക്കാനുള്ളത്, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ചാനൽ ഒരു ജില്ലാ പ്രേക്ഷകരുടെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റു ചാനലുകളിൽ നിന്നും 24നെ വ്യത്യസ്തമാക്കുന്നത് പരമ്പരാഗതമായ അവതരണ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പുതുമകളും വ്യത്യസ്തതകളും എന്നും കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിലാണ്. ഇത്രയേറെ പ്രേക്ഷകരുമായി അടുത്ത് ഇറങ്ങി വന്ന ചാനലിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ചോദിക്കൂ. ഞങ്ങളെ പോലെയുള്ള സാധാരണ പ്രേക്ഷകർക്ക് വാർത്ത വായിക്കാനുള്ള അവസരം നൽകുന്നൊരു പ്രോഗ്രാം, വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിയുന്ന കാര്യമുള്ളൂ. താങ്കൾ ഇപ്പം തന്നെ ഒരു വാർത്ത വായിക്കൂ. വായിക്കൂ, കൈയടിച്ചു കൊടുക്കൂ. ഒരു വാർത്ത ഇപ്പോൾ വായിക്കുന്നു. പിന്നീട് വായിക്കാം. ഞാൻ 2 വരി പാട്ട് പാടാം. അല്ല, താങ്കൾ വായിക്കൂ. മലപ്പുറത്തിനെ കുറിച്ച് ഇപ്പോൾ കിട്ടിയത് ഒരു പ്രേക്ഷകൻ എന്നെ വെള്ളത്തിലാക്കിയിരിക്കുന്നു. സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ, സ്നേഹിക്കാനായി മാത്രമറിയും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ. സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ, സ്നേഹിക്കാനായി മാത്രമറിയും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ. താങ്ക് യു. ഇവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ഒരു സെക്കൻഡ്. അല്ലെ, എന്നവൻ എടുക്കാം മോനെ, ഒരു സെക്കൻഡ്. പേരെന്താണ്? എൻ്റെ പേര് രാഗി കൃഷ്ണ. അദ്ദേഹത്തിന് ഒരു കാര്യം പറയാനുണ്ട്, നമ്മളോട് പറയൂ. അമ്മ ഉണ്ട് കൂടെ, അച്ഛൻ. അമ്മയുടെ പേരെന്താ? അച്ഛൻ്റെ കാര്യമാണ് അയാൾ പറയുന്നത്. അച്ഛൻ സ്ട്രോക്ക് ആയിട്ട് കുറേ കാലം ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നു. അമ്മ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങള് മക്കളെ കല്യാണം കഴിച്ചു പോയ കാരണം അച്ഛൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ ഒരാളും ബഹളത്തിന് എപ്പോഴും ഇട്ടുകൊടുത്തിരുന്ന ഈ 24 എന്ന അച്ഛാ ന്യൂസ് മരിക്കണ കുറേ മുന്നേ വരെ കണ്ടുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അവിടെ ഒരു ആൾക്കൂട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. ഒറ്റയ്ക്കാണെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറേ വർഷത്തോളം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കേട്ടല്ലോ, അച്ഛൻ മരിച്ചുപോയി, വളരെ നിർഭാഗ്യമായി പോയി. ഇപ്പോഴുണ്ടായിരുന്ന നമ്മൾ ഈ അമ്മയുടെയും മകളുടെയും കൂടെ ഈ അച്ഛനെ കാണുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മൾ ഈ 24 കണക്റ്റ് പൂർത്തീകരിക്കുമ്പം നിങ്ങൾക്കെല്ലാവർക്കും ആരൊക്കെയുണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെ നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു അമ്മ. താങ്ക് യു. അമ്മയുടെ വിഷമത്തിലൊക്കെ ഞങ്ങളുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ പറയും മോനെ.
അവനൊരു സെൽഫി വേണം. ലൈവായിട്ട് ഞാൻ സെൽഫി എടുക്കാണ്, നീ വേഗം എടുത്തോണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മൾ ലക്കി ഡ്രോയിലേക്ക് പങ്കെടുക്കുക. പറഞ്ഞോളൂ സാറേ. ഞാനൊരു പൊതുപ്രവർത്തികയാണ്. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ വീടുകളിൽ കുറേ കുട്ടികൾ കഷ്ടപ്പെട്ട് 10ാം ക്ലാസ് പാസ്സായി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ തൊട്ടയൽവക്കത്ത് ഇന്നലെ നടന്നൊരു അനുഭവം. 8 A+ഉം 2 B ആണുള്ളത്. ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് അഡ്മിഷൻ കിട്ടാത്ത. അപ്പം നമ്മളെ കുട്ടികളെ അഡ്മിഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആവും? ഇതിനകം തന്നെ ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയോട് കുറേ തവണ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കൊരു മാധ്യമം എന്ന നിലയിൽ അദ്ദേഹത്തോട് വ്യക്തിപരമായുള്ള ബന്ധമൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം നമ്മൾ ചെയ്തിരിക്കും. മലപ്പുറത്തെ എല്ലാ കുട്ടികൾക്കും, യോഗ്യതയുള്ള എല്ലാ കുട്ടികൾക്കും +1 അഡ്മിഷൻ കിട്ടാനാണ് ഞങ്ങളുടെ താല്പര്യം. സാറേ, ഇതും കൂടെ പറയട്ടെ. ഞാൻ ഇന്നലെ ആ കുട്ടിൻ്റെ അമ്മയെ സമീപിച്ചപ്പോൾ ആ കുട്ടിൻ്റെ അച്ഛൻ സുഖമില്ലാതിരിക്കുകയാണ്. ഒരു ഹാർട്ട് പേഷ്യൻറ്റും കൂടിയാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു പാണക്കാട് സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ട് നേതാക്കന്മാരെയൊക്കെ ബന്ധപ്പെട്ട് ലെറ്റർ വാങ്ങിച്ച് കൊടുത്തു വിട്ട്. അവിടെ ചെന്നപ്പോൾ അഡ്മിഷൻ കൊടുക്കാൻ അവർ തയ്യാറാണ്. 10,000 രൂപ അവർക്ക് കൊടുക്കാനില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തരാനില്ല, ഞാൻ നാളെ 24 പോകുന്നുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അവരെ നമ്പർ വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തീർച്ചയായിട്ടും 30,000-ഓളം കുട്ടികൾക്ക് മലബാർ മേഖലയിൽ ഇപ്പോൾ +1 അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതിൽ പരമാവധി എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കാമെന്നുള്ളതിന് മുൻനിരയിൽ ഞങ്ങൾ ഉണ്ടാകും. ഞാൻ ആഷിമിയുടെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ബന്ധപ്പെടും. ആഷ്മി നമ്മൾ വെടിവെച്ചു കൊല്ലും. ഓക്കെ, താങ്ക് യു. റെഡി. ഓക്കെ, നമസ്കാരം. ഓക്കെ. 1993 മുതൽ തൃശൂർ നിലയത്തിന്റെ റേഡിയോ നിലയത്തിൽ നിന്നും കാണാൻ തുടങ്ങിയതാണ്. ഞാനിപ്പോഴും ജീവനോട് ഉണ്ടല്ലോ. ഈ മഹാനുഭാവനെ ഇപ്പോഴും നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ അതെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു നാടകഗാനം ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു. നാടകഗാനം 2 പേര്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ കിലുകിലുന്നിരക്കിളികൾ മുളകിലുക്കിയ നേരം കിലുകിലുന്നിരി കാട്ടുപൂക്കൾ തിരികൊളുത്തിയ കാലം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. സൂപ്പറായി. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഷ്മി, നമ്മൾ ഇതിലെ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ, അവർക്ക് ലക്കി ഡ്രോയിലൂടെ 5 സാനിയോ TV, ഇതേ സ്പാനിയോ TV, സ്പാനിയോ ആണ്, സ്പാനിയോ ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. നിങ്ങൾ വലത് ഭാഗത്തേക്ക് കൊണ്ടുള്ളൂ. ഈ 5 TV ആയിട്ടല്ല, ഓരോ TV ആയിട്ടായിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. എന്ത് രസമായിരിക്കുമല്ലേ? ഓക്കെ, അത് ഓർക്കുമ്പോൾ ഉള്ള ഒരു കുളിരുണ്ടല്ലേ? കുളിര്. താങ്കൾ ഇരിക്കൂ. ഞാൻ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ഒരു അല്പം പ്രോഗ്രാം ആയാലോ ദീപക് ധർമ്മടം? പ്രോഗ്രാമല്ല, കൃഷ്ണ ഓൺ സ്റ്റേജ്. കൃഷ്ണ, അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ സ്പാനിയോ TV നമുക്ക് തന്ന ആളിനെ ഒന്ന് വേദിയിലേക്ക് വിളിക്കണ്ടേ? അദ്ദേഹം വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നറുക്കെടുക്കുമ്പോൾ വിളിക്കാം. അദ്ദേഹം കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് ഒരു സഹായം ചെയ്തതല്ലേ, പണി കൊടുക്കണ്ടേ? ഓക്കെ, എന്തായാലും താങ്ക് യു സർ.